ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 3 EVSലെ 3rd ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗം മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ഹൗ ഡസ് ദ മഡ്ഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെല്ലിലേക്ക് മഡ്ഡി റെയിൻ വാട്ടർ എത്തുമ്പോൾ എങ്ങനെയാണ് ക്ലിയർ ആവുന്നതെന്ന്. A part of the rainwater seeps into the soil. It filters down through soil. This becomes groundwater and reaches the well and other water sources. The water becomes clear when it filters down through the soil. നമ്മുടെ വാട്ടർ ഏതിൽ തട്ടിയിട്ടാണ് എത്തുന്നത്? മണ്ണിൽ കൂടിയാണ് എത്തുന്നത്. അപ്പോൾ മണ്ണിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതിലുള്ള എന്താ പറയുക കരട് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫിൽട്ടർ ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ വെല്ലിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ. ടേണിങ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. അപ്പം നമുക്ക് നോക്കാം. ടേക്ക് 3 കോക്കനട്ട് ഷെൽ ആൻഡ് മേക്ക് എ ഹോൾ ഇൻ ഈച്ച്. 3 ചിരട്ട എടുത്തിട്ടുണ്ട്, അതിൽ ഹോൾസും ഉണ്ടാക്കണം കേട്ടോ. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ. ആ ഹോളും എന്ത് വെക്കണം? ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും ക്ലോത്തോ എന്തെങ്കിലും വെക്കണം. ഫിൽ ഗ്രാവൽ സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ് ദ ഷെൽസ്. ഓരോ ഷെല്ലിലും അപ്പോൾ ഒരെണ്ണത്തിൽ ഗ്രാവൽ, രണ്ടാമത്തിൽ സാൻഡ്, പിന്നെ കോക്കനട്ട് ഷെല്ല് നമ്മുടെ ചിരട്ടയുടെ കഷ്ണങ്ങൾ കേട്ടോ നിറയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഇതിൻ്റെ അടിയിലൊരു ഗ്ലാസ് വെക്കുക. നൗ പവർ മഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദി ടോപ്പ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ എന്ത് വെക്കുക? മഡി വാട്ടർ ഒഴിച്ചു കൊടുക്കുക. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? നമുക്കറിയാം ഓരോ ഭാഗത്തു നിന്നും നമ്മുടെ മഡി വാട്ടറിലെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഓരോ ഭാഗത്തു നിന്നും പിടിച്ചെടുക്കും അല്ലേ. ദ സെയിം മെത്തേഡ് ഈസ് യൂസ് ടു ഫിൽറ്റർ വാട്ടർ ഇൻ റെയിൻ വാട്ടർ ടാങ്ക്. അപ്പോൾ റെയിൻ വാട്ടർ ടാങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്യാൻ. അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഴ്സ് ആർ യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് ആൻഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോം. Sea water is purified and used as drinking water in some countries with severe pure water shortage. നമ്മൾ വെള്ളം കുടിക്കുന്നതൊക്കെ പ്യൂരിഫൈ ചെയ്തിട്ടാണല്ലേ കുടിക്കുക. ചില സമയത്ത് സീ വാട്ടറും പ്യൂരിഫൈ ചെയ്തിട്ട് ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കും. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോം ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഈസ് കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സ് ആൻഡ് പ്യൂരിഫൈഡ്. നമ്മുടെ വീട്ടിലേക്ക് കുടിവെള്ളമൊക്കെ എത്താറുണ്ട്. അതെങ്ങനെയാണ്? ഇതുപോലെ ഏതെങ്കിലും സോഴ്സസിൽ നിന്ന് കളക്ട് ചെയ്ത വെള്ളം. പക്ഷെ അതൊരിക്കലും ഡയറക്റ്റ് കുടിക്കാൻ പറ്റില്ല. അതിലെന്തുണ്ട്? അണുബാധകൾ, ഇമ്മ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്യൂരിഫൈ ചെയ്തെടുത്തിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിലാണ്. വി ലീവ് ഇൻ ബറോസ് ഇൻ ദ സോയിൽ. അപ്പോൾ ആരാ പറയുന്നത്? നമ്മൾ ബറോസിലാണ് താമസിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഐ വാസ് ഇൻ ദ സോയിൽ ആൻഡ് കെയിം ഔട്ട് വെൻ ഐ റിസീവ്ഡ് വാട്ടർ. അപ്പോൾ പ്ലാന്റ് മുളച്ച് വരുമ്പോൾ പറയും ഞാൻ സോയിലായിരുന്നു, പിന്നെ ഞാൻ വെള്ളം തട്ടിയപ്പോൾ മുളച്ചു വന്നു. ഐ ആം ഓൾവേസ് ഇൻ ദ സോയിൽ. അപ്പോൾ ആരാ പറയുന്നത്? മണ്ണീര പറയുക ഞാൻ എപ്പോഴും സോയിലാണ്. വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ദാറ്റ് ക്രീച്ചേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം സോയിൽ. ക്രീച്ചേഴ്സിനും പ്ലാന്റ്സിനും എന്തെല്ലാം ബെനഫിറ്റ്സ് ആണ് സോയിലിൽ നിന്ന് കിട്ടുന്നതെന്ന്. അപ്പോൾ പ്ലാന്റ്സ് ഗെറ്റ് ന്യൂട്രീഷൻ ഫ്രം ദ സോയിൽ. സോയിൽ പ്രൊവൈഡ്സ് ഹോം ടു മെനി ക്രീച്ചേഴ്സ്. വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. പിന്നെ സോയിൽ ഹോൾസ് വാട്ടർ. ഇനി മറ്റേ ഹ്യൂമൺസിന് എന്തെല്ലാമാണ് തരുന്നത്? ഫോർ ഫാമിങ്ങിന് നമ്മൾ സോയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോർ ഗെറ്റ് ക്ലിയർ വാട്ടർ ഫ്രം വെല്ലിൽ നിന്ന് ക്ലിയർ വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് സോയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സോയിൽ ഹോൾസ് വാട്ടർ എന്നും നമുക്ക് പറയാം കേട്ടോ. അടുത്തത് ലെറ്റസ് ക്രിയേറ്റ് മോഡൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവ് യു സീൻ ദ മോഡൽസ് ക്രിയേറ്റഡ് ഫ്രം ക്ലേ കൊണ്ട് നമ്മൾ പല മോഡൽസും ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എക്സിബിഷൻ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സോയിൽ യൂസ് ടു ക്രിയേറ്റ് ഷേപ്പ്. അങ്ങനെ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന സോയിലിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചർ. ആ സോയിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും. രണ്ടാമത് ഹോൾസ് വാട്ടർ വെൽ. നല്ല രീതിക്ക് തന്നെ വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കഴിവുണ്ട്. പിന്നെ മൂന്നാമത് സ്റ്റിക്കി ആൻഡ് ഫ്ലെക്സിബിൾ. നമ്മളിങ്ങനെ തൊടുമ്പോൾ എന്താ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ കണ്ടെയ്ൻ ഫൈൻ പാർട്ടിക്കിൾസ്. അതിലെന്തുണ്ട്? ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ട്. ആറാമതായിട്ട് പ്ലാസ്റ്റിസിറ്റി എന്നുള്ള പോയിന്റും കൂടി കൊടുക്കാം കേട്ടോ. ഓക്കെ. ആർ ദ സോയിൽ സീൻ അറൗണ്ട് ദസ് ആർ സെയിം. നമ്മുടെ ചുറ്റും കാണുന്ന സോയിലൊക്കെ സെയിം ആണോ? അല്ല, പലതരത്തിലുള്ള സോയിലുണ്ട്. അപ്പം നിങ്ങളോട് ആ ബോക്സിൽ എന്താ പറഞ്ഞിട്ടെന്ന് വെച്ചാൽ സ്കൂൾ കോട്ടയാടിൽ നിന്നും പിന്നെ അണ്ടർനീത്ത് ദ ട്രീറ്റ് മരത്തിൻ്റെ അടിയിൽ നിന്നും ബയോഡൈവേഴ്സിറ്റി
ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നിന്നും പ്ലേ ഗ്രൗണ്ടിൽ നിന്നും സോയിൽ കളക്ട് ചെയ്യുക, അതിൻ്റെ ഫീച്ചേഴ്സും കളറും ഏതാണെന്ന് നോട്ട് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് കോർട്ട് യാർഡ് എന്നുള്ളത് എഴുതുക കേട്ടോ. ഫസ്റ്റ് ദ പ്ലേസ് ഓഫ് കളക്ഷനിൽ കോർട്ട് യാർഡ്, അവിടെ നിന്നുള്ള സോയിലിൻ്റെ കളറ് റെഡിഷ് ബ്രൗൺ ആയിരിക്കും. ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിച്ച് ഇൻ അയൺ ഓക്സൈഡ്സ്, അതായത് അയൺ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഈ റെഡ് കളർ ഉള്ളത്. പിന്നെ ഹാർഡ് ആൻഡ് കോമ്പാക്റ്റ്, നല്ല ഹാർഡായിട്ടുള്ള സോയിലായിരിക്കും. ലോ ഫെർട്ടിലിറ്റി കുറവായിരിക്കും, അധികം നമുക്ക് ചെടികളൊന്നും വെക്കാൻ പറ്റില്ല. ലെസ് ഓർഗാനിക് മാറ്റർ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് അണ്ടർനീത്ത് എ ട്രീ, അവിടുത്തെ സോയിലാണ്. അതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ ഈസ് പ്രസൻറ്റ്, ഡാർക്ക് കളർ, പിന്നെ നമുക്ക് എന്ത് പറയാം, ഹൈ ഫെർട്ടിലിറ്റി ആണ് കേട്ടോ. പിന്നെ സോഫ്റ്റ് ആൻഡ് ലൂസ് ടെക്സ്ചർ. മൂന്നാമത് നമുക്ക് പറയാം ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ, കളർ വരുന്നത് ബ്ലാക്കിഷ് ബ്രൗൺ ആണ്. ഫീച്ചേഴ്സ് വരുന്നത് റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ, ഹെൽത്തി സോയിൽ, ഡാർക്ക് കളർ, ഹൈ ഫെർട്ടിലിറ്റി, സോഫ്റ്റ് സോയിൽ. ഇത്രയും നമുക്ക് പറയാം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി പറയാനുണ്ട് അല്ലേ. പ്ലേ ഗ്രൗണ്ട്, നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് സോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കളർ എന്തായിരിക്കും? ഒരു യെല്ലോയിഷ് ബ്രൗൺ ആയിരിക്കും. ഫീച്ചേഴ്സ് ഹാർഡ് ആൻഡ് കോമ്പാക്റ്റ്, നല്ല കട്ടിയുള്ള സോയിലായിരിക്കും. ലോ ഓർഗാനിക് മാറ്റർ കുറവായിരിക്കും. ഡ്രൈ ടെക്സ്ചർ ആയിരിക്കും, അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല, നല്ല ഒരു കല്ല് പോലത്തെ ഒരു ഇതായിരിക്കും അല്ലേ. ലെസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അധികം വാട്ടർ ഹോൾഡ് ചെയ്യാനും പറ്റില്ല. ഡു ഓൾ ദ സോയിൽസ് ദാറ്റ് യു കളക്റ്റഡ് ഹാവ് ദ സെയിം കളർ, എല്ലാ സോയിലിനും സെയിം കളറാണോ? നോ. ആർ ദർ ഡിഫറൻസസ് ഇൻ ദ സൈസ് ഓഫ് ഗ്രെയിൻ്റെ സൈസിൽ ഡിഫറൻസ് ഉണ്ടോ? യെസ്, കാരണം ചിലതിലൊക്കെ നല്ല വലിയ വലിയ ഗ്രെയിൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളോട് ആ ഫൈൻഡിങ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ സ്റ്റോറി ഓഫ് ദ സോയിൽ. ഫ്രണ്ട്സ്, യു നോ മീ, ഐ ആം ദ സോയിൽ, ഐ ആം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്, ഞാൻ പല ടൈപ്പ് ഉണ്ട്. മൈ നാച്ചർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, എൻ്റെ പല സ്ഥലത്തും പല രീതിക്കാണ് ഞാനുള്ളത്. ദർ ആർ ലാക്സ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് മെനി അതർ കോമ്പൗണ്ട്സ് ഇൻ മീ, അപ്പോൾ എൻ്റെ കുറേ മൈക്രോ ഓർഗാനിസം കോമ്പൗണ്ട്സും ഒക്കെ ഉണ്ട്. I become like this through thousands of years of continuous biological and non-biological process. ഞാൻ ഇങ്ങനെ തന്നെയാണ്. You have read the beginning of the story of the soil. Find out more information about the process through which the soil is formed. സോയിൽ എങ്ങനെയാണ്? പാറക്കല്ല് പൊടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങളോട് അത് സോയിലിൻ്റെ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എഴുതി നോക്കൂ. വിത്തിൻ ദ സോയിൽ, വിച്ച് ആർ ദ ക്രീച്ചേഴ്സ് ദാറ്റ് ലീവ് വിത്തിൻ ദ സോയിൽ, സോയിലിൽ ലീവ് ചെയ്യുന്ന ക്രീച്ചേഴ്സ് ഏതൊക്കെയാണ്? എർത്ത് വേം പറയാം, സ്നെയിൽ പറയാം നമ്മൾ. പിന്നെ നമുക്ക് എന്ത് പറയാം, ക്രീച്ചേഴ്സ് ആയിട്ട് പറയണത് ബീറ്റിൽസ് പറയാം, പിന്നെ ആൻസ്, ഉറുമ്പ് പറയാം അല്ലേ. വേർ ഡു ദേ ഗെറ്റ് ഫുഡ് ആൻഡ് വാട്ടർ ആൻഡ് എയർ ദേ നീഡ്, അവർക്ക് ഫുഡും വാട്ടറും എയറും എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫുഡ് കിട്ടുന്നത് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ലീവ്സ്, ഡെഡ് എനിമൽസ് ആൻഡ് ഇൻസെക്ട്സ്, മരിച്ചു കിടക്കുന്ന എനിമൽസിൽ നിന്നും ഇൻസെക്ട്സിൽ നിന്നും, പിന്നെ ഓർഗാനിക് മാറ്റർ ആൻഡ് മൈക്രോബ്സ്. വാട്ടർ കിട്ടുന്നത് സോയിൽ മോയ്സ്ചർ എന്നാണ് കേട്ടോ. എയർ ഗെറ്റ് ഇറ്റ് ഫ്രം ദ സോയിൽ പോസ്, സോയിലുള്ള പോസിൽ എയർ ഉണ്ടാവും, അങ്ങനെയാണ് അവർക്ക് എയർ കിട്ടുന്നത്. ഒരു എക്സ്പീരിമെൻറ്റ് ചെയ്യാം, എയർ ഇൻ ദ സോയിൽ കണ്ടുപിടിക്കാം. ഈസ് ദർ എയർ ഇൻ ദ സോയിൽ, സോയിലിൽ എയർ ഉണ്ടോ? യെസ്, പോർസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? ടേക്ക് സം ഡ്രൈഡ് ക്ലംസ് ഓഫ് സോയിൽ, കുറച്ച് ഉണങ്ങിയ സോയിൽ എടുക്കുക. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ്, ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുക്കുക. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ സോയിൽ ക്ലംസ്, മണ്ണ് കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ഇൻ ദ ഫൈൻഡിങ്സ് ഇൻ ദ യുവർ സയൻസ് ഡയറി. അപ്പോൾ വാട്ടർ ഇൻ ദ സോയിൽ, അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ബബിൾസ് പോലെ എന്താ പറയുക, എയർ ഫോം ചെയ്യും അല്ലേ, നമ്മൾ ഇതിൽ ഇങ്ങനെ ഇട്ടുമ്പോൾ ഒരു മേലേക്ക് പൊന്തി വരും. ആർ ദർ ട്രേസസ് ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ, സോയിലിൽ വാട്ടർ ഉണ്ടോ? യെസ്. How can we find out? Collect the soil from the biodiversity garden and place it in a transparent bottle. Transparent bottle എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂലേ, അങ്ങനെ ബോട്ടിലിൽ സോയിൽ ഇട്ട് വെക്കുക. ക്ലോസ് ദ ബോട്ടിൽ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ സൺലൈറ്റിൽ വെക്കുക. എക്സാമിങ് ഇറ്റ് ആഫ്റ്റർ 10 minutes കഴിയുമ്പോൾ നോക്കുക. വാട്ട് ചേഞ്ചസ് ഡു യു ഫൗണ്ട്? വാട്ട് ഈസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോട്ടിൽ എന്തുണ്ടാവും? കുറച്ച് വെള്ളത്തുള്ളികൾ നമുക്ക് നിൽക്കുന്നത് കാണാം. വാട്ട് ഈസ് സീൻ ഇൻ ദ ഹൗ ഇറ്റ് ഹാപ്പൺ? അപ്പോൾ എന്തുകൊണ്ടാണ്? വാട്ടർ അബ്സോർബ് ചെയ്യാണ് അല്ലേ, സൺലൈറ്റ്. അടുത്തത് ബയോമാസ് ഇൻ ദ സോയിലാണ്.
First half of a glass with the soil from the biodiversity garden. Pour water into this and mix well. What can you do? വാട്ടർ നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യും, മിക്സ് ചെയ്യും അല്ലേ ആ വെള്ളത്തിൽ. പ്രിപ്പയർ എ നോട്ട്. അപ്പം നമുക്ക് നോക്കാം. ബയോമാസ് ഇൻക്ലൂഡ് ഡ്രൈ ലീവ്സ്, പാർട്സ് ഓഫ് സ്റ്റെം, റിമെയിൻസ് ഓഫ് ക്രീച്ചേഴ്സ്. പ്ലാന്റ്സ് ഗ്രോ അബണ്ടൻ്റ്ലി ഇൻ സോയിൽ റിച്ച് വിത്ത് മോർ ബയോമാസ്. സോയിൽ വിത്ത് ബയോമാസ് ഈസ് ദ ഫുഡ് ഓഫ് എർത്ത് വേം. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവും? ഉണങ്ങിയ ഇലകളും അതുപോലെ സ്റ്റെമ്മിൻ്റെ പാർട്സൊക്കെ ഉണ്ടാവും ഈ ബയോമാസിൽ. അതൊക്കെയാണ് നമ്മുടെ എർത്ത് വേമിൻ്റെ ഫുഡ് എന്നാണ് പറയുന്നത്. വേർ ഈസ് ദ സോയിൽ വിത്ത് മോർ ബയോമാസ് ഇൻ യുവർ ഹോം സറൗണ്ടിങ്സ്? ഏറ്റവും കൂടുതൽ ബയോമാസ് ഉള്ളത് എവിടെയായിരിക്കും? ഏറ്റവും കൂടുതൽ ചെടികളുള്ളത് എടുത്ത് ഗാർഡൻ ഏരിയയിലൊക്കെ ആയിരിക്കും ഉള്ളത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, ദർ ആർ ലാക്സ് ഓഫ് ക്രീച്ചേഴ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ സോയിൽ. സോയിലിൻ്റെ അകത്തും പുറത്തുമായിട്ട് കുറേ ജീവജാലങ്ങളുണ്ട്. പ്ലാന്റ്സ് ഗ്രോ ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മിനറൽസും വാട്ടറും സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ക്രീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ് ഡിപ്പെൻഡ് ഓൺ ദ സോയിൽ ഫോർ മെനി പർപ്പസ്. ഇപ്പോൾ നമ്മളടക്കം എല്ലാവരും സോയിലിനെ കുറേ കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വി ക്യാൻ സർവൈവ് ഓൺലി ബൈ പ്രൊട്ടക്റ്റിംഗ് ദ സോയിൽ ഫ്രം പൊല്യൂഷൻ ആൻഡ് പ്രിസർവിങ് ഇറ്റ് ഫ്രം ലോസ് ഓഫ് ഫെർട്ടിലിറ്റി. അപ്പോൾ എന്താ പറയുക? പൊല്യൂഷനിൽ നിന്ന് സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്താലാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നല്ല രീതിക്ക് തന്നെ ഫെർട്ടിലിറ്റി ഉണ്ടാവണം, എന്നാലാണ് ചെടികൾക്കൊക്കെ വളരാൻ പറ്റുള്ളൂ. അടുത്ത് നമ്മുടെ ലെറ്റേഴ്സ് ആക്സസ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ്. വാട്ടർ ആൻഡ് സോയിലിനെ പറ്റിയാണ് ചോദിച്ചിട്ടത്. കമ്പോണൻസ് ഇൻ ദ സോയിൽ. സോയിലിൽ എന്തൊക്കെ കമ്പോണൻസ് ഉള്ളത്? മിനറൽസ്, ഓർഗാനിക് മാറ്റർ, എയർ, വാട്ടർ, ഇത്രയും കാര്യങ്ങൾ പറയാം. അടുത്തത് ക്രീച്ചേഴ്സ് ഇൻ ദ സോയിൽ. ഏതൊക്കെ ക്രീച്ചേഴ്സ് ഉള്ളത്? എർത്ത് വേം, ബീറ്റിൽസ്, സ്നെയിൽസ്, ആൻഡ്സ്. യൂസസ് ഓഫ് വാട്ടർ എന്തിനൊക്കെയാണ്? ഡ്രിങ്കിങ്, വാഷിങ്, പിന്നെ നമുക്ക് എന്താ ക്ലീനിങ്, പിന്നെ ഫാമിങ്, ഇതിനൊക്കെ യൂസ് ചെയ്യാം. വാട്ടർ സോഴ്സസ് വെല്ല്, റെയിൻ വാട്ടർ, പിന്നെ പോൺസ്, റിവർ, സ്ട്രീംസ്. ഓക്കെ. കുട്ടൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ റിവർ സൈഡ് ടു പ്ലേ. കുട്ടനും ഫ്രണ്ട്സും റിവറിൻ്റെ സൈഡിലേക്ക് കളിക്കാൻ പോയി. ദേ ത്രൂ ദ സ്വീറ്റ് റാപ്പേഴ്സ് ഇൻ ടു ദ വാട്ടർ. അപ്പോൾ അവൻ സ്വീറ്റ് റാപ്പേഴ്സ് വെള്ളത്തിലേക്ക് ഇട്ടു. എ ഫിഷ് ഫ്രം ദ റിവർ ടോൾഡ് ദം. അപ്പോൾ റിവറിലുള്ള ഒരു ഫിഷ് വന്നിട്ട് അവരോട് പറഞ്ഞു, ദ റിവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് ആസ് യു ഓർ ഹോം ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഇമ്പോർട്ടൻ്റ് ഉള്ള പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ റിവർ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഫിഷ് പറഞ്ഞത്. ഡു യു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? ഈ ഒപ്പീനിയനായിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? വൈ? വാട്ട് ഷുഡ് വി ഡു ടു പ്രൊട്ടക്റ്റ് ദ വാട്ടർ സോഴ്സസ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ടർ സോഴ്സസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം? അപ്പോൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റിന് യെസ് എന്ന് പറയാം കേട്ടോ. വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് പറയാം? ദ റിവർ ഈസ് ഹോം ഫോർ ഫിഷ്. ഫിഷിന് അത് ഹോമാണ്. ഫിഷ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് നീഡ് ക്ലീൻ വാട്ടർ ഇൻ ദ റിവർ ടു ലീവ്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ക്ലീൻ വാട്ടർ പോയിട്ട് വാട്ടർ പൊല്യൂട്ടഡ് ആവും. അപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നും കൂടി അതിൽ ചോദിച്ചിട്ടുണ്ട്. അവോയ്ഡ് പൊല്യൂട്ടിങ് ദ എയർ. എയർ പൊല്യൂഷൻ വരുന്നത് തടയാം. യൂസ് വാട്ടർ കെയർഫുള്ളി. വാട്ടറൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാം. പ്ലാന്റ് ട്രീസ് നിയർ റിവേഴ്സ്. റിവറിൻ്റെ സൈഡിലൊക്കെ ട്രീസ് പ്ലാൻ ചെയ്യാം. അപ്പം നമുക്ക് ഈ സോയിൽ ഇറോഷനൊക്കെ ഒരുവിധം എന്ത് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രിവെൻറ്റ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റസ് ഒക്കെ റിവറിൽ തടയുന്നത് നമുക്ക് ഇങ്ങനെ ഇടുന്നത് തടയാന്ന്. പിന്നെ ക്ലീൻ റിവർ ബാങ്ക്സ്. റിവറിൻ്റെ സൈഡൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യാം. ഇത്രയും നമുക്ക് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്